ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ കാണാറില്ല. ചിലപ്പോൾ ആ വീട്ടിലെ അച്ഛന്മാരൊന്നും അത്ര നല്ല എന്താ പറയുക കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ മൂത്ത കുട്ടിക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരിക. അപ്പോൾ എല്ലാം ചിലപ്പോൾ അവരുടെ ലൈഫ് തന്നെ നമ്മൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ കുടുംബത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ചിലപ്പോൾ നിലയിൽ എത്തിക്കഴിഞ്ഞ് അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മറ്റുള്ളവർ ചോദിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ആൾ ചോദിക്കും, അതിനിപ്പോൾ നിങ്ങളെന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവർ മനസ്സ് അത്രത്തോളം വേദനിക്കും. കാരണം അവരൊരു എന്താ പറയാ, അവരുടെ ജീവിതം മുഴുവൻ അവർ നോക്കിയത് ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസം എല്ലാം ചിലപ്പോൾ കളഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പം പഠിക്കാൻ ആഗ്രഹമില്ലാത്തതൊന്നായിരിക്കില്ല. ചിലപ്പം എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും കുടുംബത്തിന് വേണ്ടി ചിലപ്പോൾ ജോലിക്ക് ചെറുപ്പത്തിലെ ജോലിക്ക് ഇറങ്ങി വന്നൊരാളും ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ബാക്കി എല്ലാവരിൽ നിന്നുള്ള ചോദ്യങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റിയാലും ചിലപ്പം അമ്മ അച്ഛൻ അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഫീലിങ്സ് നമുക്ക് തോന്നും. സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്മാർ സ്വയം മറന്നു പോവുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ മറവി നമുക്ക് ദൈവം തന്നതുകൊണ്ട് അതൊരു അനുഗ്രഹമായി കണ്ടിട്ട് എല്ലാം മറന്നു പോവുകയാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നു പോവുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം കളഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ നമുക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ നമ്മൾ വേദനിപ്പിക്കരുത്. മാക്സിമം അവരൊരു സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയാലും മതി. പക്ഷെ അതിൽ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യരുത്.